പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനവും ശാന്തിയും എല്ലാവർക്കും ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ പല പല പദ്ധതികൾ, പല പല കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ നിരൂപിക്കുന്നു. അതിനുശേഷം അവ ലഭിക്കാനായി നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. അവ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് കർത്താവിനോടുള്ള വിശ്വാസം കൂടുന്നു. അതേസമയം അത് ലഭിച്ചില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ വിശ്വാസം കുറയുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വായിക്കാറുണ്ട്, കർത്താവിന് നമ്മെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുകയും ധ്യാനിക്കുകയും ആ ദൈവത്തിൻ്റെ സ്വരമനുസരിച്ച്, ആ ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് മുന്നേറുന്നവർക്ക് ഈ ക്രിസ്തുവിൻ്റെ വലിയ പദ്ധതിയുമായി സഹകരിക്കാനും അപ്രകാരം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കും. പക്ഷെ ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പദ്ധതികൾക്ക് ദൈവത്തെ കൂട്ടുപിടിക്കുകയല്ല, ദൈവത്തിൻ്റെ പദ്ധതികൾക്കായി നമ്മെ തന്നെ നമ്മൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ ഗ്രൂപ്പിൽ തന്നെ ഈ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു കമൻറ്റ് വന്നു. അതായത്, ഞാൻ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു, പക്ഷേ അത് തല്ലിപ്പിരിഞ്ഞു. അപ്പം ഞാനതിന് റിപ്ലൈ കൊടുത്തത്, പെട്ടെന്ന് പരാജയപ്പെട്ടതിന് കർത്താവിന് നന്ദി പറയുക. കാരണം ഇത് വിവാഹശേഷവും കുഞ്ഞുങ്ങളുണ്ടായതിന് ശേഷമൊക്കെ ആണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടെടുത്ത ഡിസിഷനാണ്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കണം കർത്താവ് ആ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂനതകൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്രകാരമുള്ള ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, ദാറ്റ് ഈസ് ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് കർത്താവിന് കൂട്ടുപിടിക്കാം, അതിന് തെറ്റൊന്നുമില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും നമ്മൾ ഡ്രൈവ് ചെയ്തൊക്കെ പോകുമ്പോൾ ഒരു സ്ഥലത്തും പാർക്കിംഗ് ഇല്ലെങ്കിൽ നമ്മൾ കർത്താവ്, നമ്മൾ ചെല്ലുമ്പോഴേക്കും ഒരു പാർക്കിംഗ് സ്ലോട്ട് നമുക്ക് തരണമേ. കറക്റ്റായിട്ട് അവിടെ ചെല്ലുമ്പോഴേക്കും ഒരു വണ്ടി അവിടെ നിന്ന് നമുക്ക് കറക്റ്റായിട്ടൊരു പാർക്കിംഗ് സ്ലോട്ട് നമുക്ക് ലഭിക്കും. അതുപോലെ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഭയങ്കര തലവേദന. അപ്പോൾ ടാബ്ലറ്റ് വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. ഞാൻ ടാബ്ലറ്റൊന്നും കഴിക്കില്ല കർത്താവ്, ഈ തലവേദന മാറ്റിത്തരണം. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് മറന്നുപോയി. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ തലവേദന അപ്പം തന്നെ മാറിയ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനൊക്കെ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം, ആബ്സല്യൂട്ട്ലി ഓക്കെ. പക്ഷേ നമ്മൾ ഈ പദ്ധതികൾ ഇട്ടിട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മൾ കാണാതെ പോകരുത്. ആക്ച്വലി നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ പദ്ധതികൾക്കായി ഉപയോഗിക്കുന്നവയാകുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമ്മളെ ഏശുകയില്ല. പലപ്പോഴുള്ള പ്രോബ്ലം, നമ്മുടെ ഫോക്കസ് മുഴുവൻ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കാതെ പോകുന്നു. സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ റൂമിലെ ബൾബ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പോയാൽ അത് നമ്മളെ ബാധിക്കുകയില്ല. കാരണം നമ്മൾ വലിയ പ്രകാശത്തിലാണ് നിൽക്കുന്നത്. ഇന്നത്തെ വചനവും നമ്മളോട് പറയുന്നത് ഈ കാര്യങ്ങളാണ്. അപ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 2-ാം വാക്യം,
ഇപ്പം സാവൂൾ അവൻ്റെ പദ്ധതികളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ചെയ്യുന്നത് ഗവൺമെൻറ്റിൽ നിന്ന് അവന് അനുവാദം വാങ്ങിച്ചു. ക്രിസ്ത്യാനികളെ, ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവരെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ജയിലിലടയ്ക്കുക, പീഡിപ്പിക്കുക എന്ന ഒരേ ലക്ഷ്യത്തോടെ, അതായിരുന്നു അവൻ്റെ ലക്ഷ്യം. ആ ഒരേ ലക്ഷ്യത്തോടെ അവൻ ഈ മനുഷ്യരുടെ പ്രീതി കാംക്ഷിച്ച് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന അവസരം, അതായത് 2-ാം വാക്യം, 9-ാം അധ്യായം 2-ാം വാക്യം, അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു. അതിനുശേഷം അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്നൊരു മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു, സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അപ്പോൾ അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. അപ്പോൾ അവൻ്റെ സ്വന്തം പദ്ധതികൾ, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന പദ്ധതികൾ, ക്രിസ്തുവിനെതിരായിട്ടുള്ള പദ്ധതികളുമായിട്ട് അവനങ്ങനെ കുതിച്ച് മുന്നേറുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു പ്രഹരം, അവൻ നിലമ്പത്തി വീഴുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. സ്വന്തം പദ്ധതികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പരക്കം പാഞ്ഞ് വിജയശ്രീലാളിതരായി പോകുമ്പോഴായിരിക്കും കർത്താവ് നമ്മളെ പ്രഹരിക്കുന്നത്. കർത്താവിൻ്റെ പദ്ധതികൾ അറിയാതെ സ്വന്തം പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോഴായിരിക്കും പെട്ടെന്നൊരു പ്രഹരം. സാവൂൾ നിലത്ത് നിന്ന് എഴുന്നേറ്റ് കണ്ണുകൾ തുറന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല. 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. അവൻ ഒന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. അപ്പം ഇങ്ങനെ വീഴ്ചകൾ, കർത്താവിൻ്റെ പ്രഹരം ലഭിച്ച് നമ്മൾ വീഴുമ്പോൾ ഒന്നുകിൽ നമുക്ക് നിരാശയിലേക്ക് പതിക്കാം, കർത്താവിനെ, ദൈവത്തിനെയൊക്കെ ശപിച്ച് അന്ധവിശ്വാസിയായി തീർന്ന് നമുക്ക് അങ്ങനെ പോകാം. പക്ഷെ ഇവിടെ സംഭവിച്ചത്, സാവൂൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയാണ്. ഒരു ദർശനത്തിൽ കർത്താവ് അനനിയാസിനോട് അവനെ വിളിച്ചു. അനനിയാസ്, അവൻ വിളി കേട്ടു, കർത്താവേ, ഇതാ ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ഋജ്വീതി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് യൂദാസിൻ്റെ ഭവനത്തിൽ താർത്തോസുകാരനായ സാവൂളിനെ അന്വേഷിക്കുക. അവനിതാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അനനിയാസ് എന്നൊരുവൻ വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തൻ്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവന് ഒരു ദർശനം ഉണ്ടായി. അപ്പോൾ ഈ അടികൊണ്ട് നിലത്ത് വീണ, കർത്താവിൻ്റെ പ്രഹരമേറ്റ് നിലത്ത് വീണ സാവൂൾ, അവൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും അവൻ നിരാശയിലേക്ക് പതിക്കുന്നതിന് പകരം അവൻ പ്രാർത്ഥനയിൽ മുഴുകിയെന്നാണ് ഈ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അവന് ദർശനമുണ്ടാകുന്നു. അനനിയാസ് വന്ന് കൈവയ്ക്കുമെന്ന് അവന് ദർശനമുണ്ടാകുന്നു. വീണ്ടും 15-ാം വാക്യം, കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക. അപ്പോൾ അനനിയാസ് പറഞ്ഞു, കർത്താവ്, അവനാകെ പെശകാണല്ലോ, ഞാനിങ്ങനെ കൈവച്ച് അവൻ ചിലപ്പോൾ എന്നെയും പിടിച്ച് അകത്തിടും, അവന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ കർത്താവ് അനനിയാസിനോട് പറഞ്ഞു, നീ പോവുക, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ച് കൊടുക്കും. അപ്പോൾ കർത്താവിൻ്റെ ഇടപെടൽ വന്നു കഴിയുമ്പോൾ ക്രിസ്തു അനുയായികളെ പീഡിപ്പിച്ചു നടന്നിരുന്ന സാവൂൾ മാനസാന്തരപ്പെടുകയും
ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ഏറ്റവും വലിയ ഒത്തിരി പ്രവൃത്തികൾ ചെയ്ത അപ്പസ്തോലനായി മാറുകയും ചെയ്യുന്നു. എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ച് കൊടുക്കും. അപ്പോൾ വീണ്ടും അനന്യാസ് അവിടെ ചെന്നിട്ട് പറയുകയാണ്, മാർഗമധ്യേ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. എന്നിട്ട് അവൻ്റെ മേൽ കൈവയ്ക്കുന്നു. അപ്പോൾ ചെതമ്പൽ പോലെ എന്തോന്ന് അവൻ്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീണു. അവന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അനന്തരം അവൻ ഭക്ഷണം കഴിച്ച് ശക്തി പ്രാപിക്കുകയും ദമാസ്കസിലെ ശിഷ്യന്മാരുടെ കൂടെ കുറേ ദിവസം താമസിക്കുകയും ചെയ്തു. അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. അത് കേട്ടവരെല്ലാം വിസ്മയഭരിതരായി പറഞ്ഞു, ജെറുസലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്നത് ഇവനല്ലേ? വീണ്ടും 22-ാം വാക്യം, സാവൂളാകട്ടെ കൂടുതൽ ശക്തി ആർജിച്ച് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് ദമാസ്കസിൽ താമസിച്ചിരുന്ന യഹൂദന്മാരെ ഉത്തരം മുട്ടിച്ചിരുന്നു. ഒരാൾക്ക് വരുന്ന ഒരു പരിവർത്തനം ക്രിസ്തു ഇടപെടുമ്പോൾ, അത് കഴിഞ്ഞ് ക്രിസ്തുവിൻ്റെ പദ്ധതികൾക്കായി തൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ സ്വരം ശ്രവിച്ച് മാത്രം അതനുസരിച്ച് പോകുന്ന ഒരു ജീവിതം, അത് ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നു. എന്നിരുന്നാലും അവനതിൽ എത്രമാത്രം വിജയിച്ചു എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വന്തം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ കർത്താവിനെ കൂട്ടുപിടിക്കുകയും അതേസമയം കർത്താവിൻ്റെ പദ്ധതി കാണാതിരിക്കുകയും അതിന് നമ്മളെ വിട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ താലന്തുകൾ പൂർണ്ണമായി ഉപയോഗിക്കപ്പെടുന്നില്ല. പലപ്പോഴും നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ ഇതിന് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ കർത്താവിൻ്റെ പദ്ധതി തിരിച്ചറിയുക എന്നുള്ളതാണ്. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ പരിശുദ്ധാരൂപിയുടെ ബലത്തിൽ പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞ്, കർത്താവെ അങ്ങയുടെ പദ്ധതി എന്താണ്, അതെനിക്ക് വെളിപ്പെടുത്തി തരണമേ, എന്നെ അതനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി മനുഷ്യരുടെ പരിഹാസങ്ങളോ മനുഷ്യരെന്തു പറയുമോ എന്നുള്ള ചിന്തകളെയെല്ലാം മാറ്റിക്കളഞ്ഞ് പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞ് അങ്ങയുടെ പ്രവൃത്തികൾ ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ, ആദ്യം നീ ദൈവരാജ്യം അന്വേഷിക്കുക, അതിനോടുകൂടെ മറ്റുള്ളവയെല്ലാം നിനക്ക് ചേർത്ത് നൽകപ്പെടും. ഈ മറ്റുള്ളവയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ ദൈവരാജ്യം അന്വേഷിക്കുവാനുള്ള കൃപ, ദൈവഹിതം അന്വേഷിക്കുവാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമായി അത് ആ വിളി തിരിച്ചറിഞ്ഞ് ആ അന്തസ്സിൽ ജീവിക്കുവാനുള്ള കൃപയും ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.